ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ആയിരിക്കാൻ, പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ ചിന്തിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ഇന്ന് നമുക്ക് 6-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം എന്ന് പറയുന്നത് ഗോഡ്സ് അഷുറൻസ് ടു മോസസ്. ദൈവത്തിൻ്റെ ഒരു അഷുറൻസ്, ഒരു ഉറപ്പ് മോശയ്ക്ക് കൊടുക്കുകയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം മോശയുടെ പ്രോത്സാഹന വിഷയമായി തീർന്നിരിക്കുന്നു. അല്ലെങ്കിൽ ലെസൺസ് ഇൻ ഹോപ്പ് ഫ്രം ഗോഡ്സ് റിഹാബിറ്റേഷൻ ടു മോസസ് ഫെയ്ത്ത്. മോശയുടെ വിശ്വാസ ജീവിതത്തെ പുനരുദ്ധരിക്കുന്നതിലൂടെയുള്ളതായ പ്രത്യാശയുടെ പാഠങ്ങളാണ് 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 6-ാമത്തെ അധ്യായം നമുക്ക് രണ്ടായിട്ട് മെയിനായിട്ട് ഇതിനെ വിഭജിക്കുവാനായിട്ട് സാധിക്കും. 1 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളെന്ന് പറയുന്നത് ഗോഡ് കംഫോർട്ട് മോശസ്. വലിയവനായ ദൈവം മോശയെ ആശ്വസിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് 14 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങളിൽ ദ ജീനിയോളജീസ് ഓഫ് ജേക്കബ്സ് ഫസ്റ്റ് 3 ചിൽഡ്രൻ, റൂബേൻ, ഷിമോൻ ആൻഡ് ലേവി. റൂബേൻ്റെയും ഷിമിയോൻ്റെയും ലേവിയുടെയും ഒരു ജീനിയോളജിയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം നോക്കുമ്പോൾ ഈ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം എന്ന് പറയുന്നത് പ്രത്യാശയെപ്പറ്റിയുള്ള, ആശയെപ്പറ്റിയുള്ള ഒരു അധ്യായമാണ്. വലിയവനായ ദൈവം മോശയ്ക്ക് തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. കാരണം അതിലൂടെ മോശയുടെ പ്രത്യാശ അത് പുനഃസ്ഥാപിക്കണം. ഇതുവരെയും മോശയെ നാം കാണുമ്പോൾ മോശയുടെ ജീവിതം ഒന്നുമില്ലാത്ത ഒരു ജീവിതം പോലെ ആയിരുന്നു. അവൻ ഒരടിമത്തത്തിൽ നിന്ന് ഒരു രാജകുമാരനായി മാറി. എന്നാൽ ഒരിക്കൽ അത് മുഴുവനും നഷ്ടപ്പെട്ട് അവൻ അവിടെ നിന്ന് വിടേണ്ടതായിട്ട് വന്നു. വലിയവനായ ദൈവം മോശയെ തൻ്റെ ജനത്തെ വിടുവിക്കേണ്ടതിനു വേണ്ടി താൻ ഒരു അന്യദേശത്ത് മറ്റുള്ളവരുടെ ആടുകളെ മേയിച്ച് ഒരാട്ടിടയനായിരിക്കുമ്പോൾ തന്നെ ദൈവം വിളിച്ചു. വലിയവനായ ദൈവം മോശയെ വിളിച്ച് അയക്കുമ്പോൾ അവൻ്റെ ആശ വർദ്ധിക്കുന്നത് നമുക്ക് കാണാം. കാരണം ദൈവം വലിയ വാഗ്ദത്തങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ചെയ്തത്. തൻ്റെ സഹോദരന്മാർ തന്നെ വിശ്വസിച്ചപ്പോൾ തൻ്റെ പ്രത്യാശ കൂടി. എന്നാൽ അടുത്ത പ്രാവശ്യം ഫറവോൻ മോശയെ തിരസ്കരിച്ചു, മോശയുടെ അപേക്ഷയെ തിരസ്കരിച്ചു. ആ തിരസ്കരിച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു നിരാശ ഉണ്ടാകുന്നു. അതാണ് 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത്. മോശയുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകുമ്പോൾ നമുക്ക് വിശ്വാസത്തിലും ആശയിലും മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ദൈവത്തിൽ ശരിയായ രീതിയിൽ ആശ്രയിക്കുവാനോ ദൈവത്തിൻ്റെ ആ നിയന്ത്രണം നമുക്ക് മനസ്സിലാക്കുവാനോ വളരെ പ്രയാസമുള്ള ഒരു സമയമാണ്. എന്നാൽ നാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്നതായ സമയത്ത്
വലിയവനായ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ വിടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ഒരു ആശ എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ 1 വാക്യത്തിൽ ആശയെപ്പറ്റി പറയുന്നത്, വിശ്വാസത്തെപ്പറ്റി പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇതാണ് ആശ. അപ്പോൾ ആ രീതിയിലുള്ളതായ ഒരു ആശയിൽ നാം മുൻപോട്ട് പോകണം എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് നമുക്ക് 6 പാഠങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ആശാഹീനരായി തീർന്നു എന്ന് തോന്നുമ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ആശ ഉറപ്പിക്കുന്നവർ ആയിരിക്കണം. മോശയുടെ ജീവിതത്തിൻ്റെ പാഴ്ചകൾ കൂടുതൽ ദൈവത്തിൽ അവന് ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും സാധിച്ചു. രണ്ടാമതായിട്ട് നാം കാണുന്നത്, വലിയവനായ ദൈവത്തിൻ്റെ ആ വെളിപ്പെടുത്തലുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ ആയിരിക്കണം. മൂന്നാമതായിട്ട് നാം കാണുന്നത്, ദൈവത്തിൻ്റെ തീരുമാനങ്ങളുടെ വെളിപ്പെടുത്തലുകൾ. ദൈവ മക്കൾക്കുള്ള ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ കാണിക്കുന്നത് ആയിരിക്കണം. ഒരു ദൈവിക ബന്ധം മനുഷ്യർക്ക് ഉണ്ടായിരിക്കണം. ഈ ദൈവിക ബന്ധം ആത്മീയമായി നാം നോക്കുമ്പോൾ സ്വർഗത്തിൽ വച്ച് കർത്താവും സഭയും തമ്മിലുള്ള ആ വിവാഹത്തെ ആണ് കാണിക്കുന്നത്. അതുപോലെയുള്ളതായൊരു ബന്ധം ഉണ്ടായിരിക്കണം. നാലാമതായിട്ട് നാം നോക്കുമ്പോൾ, വലിയവനായ ദൈവത്തിൻ്റെ നിരന്തരമായിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ഭൗമികമായിരിക്കുന്ന ഒരു വാഗ്ദത്ത ദേശം ഉണ്ട്. ഇത് നമ്മളിൽ കാണിക്കുന്നത്, വലിയവനായ ദൈവം നമുക്ക് നിത്യ തുറമുഖം, നിത്യമായ ഒരു വാഗ്ദത്ത ദേശം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെയാണ് കാണിക്കുന്നത്. അഞ്ചാമതായിട്ട് മോശയുടെ സംശയങ്ങൾ. വലിയവനായ ദൈവം പല കാര്യങ്ങൾ അവനെ വെളിപ്പെടുത്തി കൊടുത്തു, എന്നിട്ട് പോലും അവന് സംശയമാണ്. ഈ സംശയങ്ങൾ അത് നമ്മെ കാണിക്കുന്നത്, മോശയ്ക്ക് ദൈവത്തിലുള്ളതായ ആശയിൽ ഒരു വിശ്വസ്തനായിരിക്കണം. നാം വിശ്വസ്തരല്ല എങ്കിൽ പോലും നമ്മുടെ വലിയവനായ ദൈവം നമ്മളോട് വിശ്വസ്തത കാണിക്കുന്നവനാണ്. ആറാമതായിട്ട് നാം കാണുന്നത്, അവൻ്റെ ആ വിളിയിലൂടെ നാം ഒരു ആത്മീയ യുദ്ധക്കളത്തിലേക്ക് വന്ന് ഇസ്രായേൽ മക്കളെ വിടിപ്പിക്കണം. അതിൽ നിന്ന് നാം കാണുന്നത്, വലിയവനായ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാം. ഏറ്റവും അവസാനമായിട്ട്, ഏഴാമതായിട്ട്, ആ ഇസ്രായേൽ മക്കളുടെ ഭാഗികമായിരിക്കുന്ന ഒരു തലമുറയെ പറ്റിയുള്ളതായ വിവരണം. അതിൽ നിന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, നാം താഴേക്കിടയിൽ ആയിരിക്കുന്നവർ ആണെങ്കിൽ പോലും വലിയവനായ ദൈവത്തിന് നമ്മെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ആശയുടെ ഉറപ്പാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. പ്രിയ വിശ്വാസികളെ, ഈ പാഠങ്ങൾ വലിയവനായ ദൈവം നമുക്ക്
അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആത്മീയ ജീവിതം, ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ ആ ഉറപ്പ് മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ ആശ്വാസം മനസ്സിലാക്കുവാൻ ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.